നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര കുളക്കടയിൽ ആറ്റിൽ തുണി അലക്കുന്നതിനിടെ കാൽ വഴുതി ആറ്റിൽ വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട്ടമ്മ. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 സംഭവം നടന്നത്. വീടിന് സമീപത്തെ ആറ്റിൽ തുണി അലക്കാനായി എത്തിയതായിരുന്നു കിഴക്ക് മനോജ് ഭവനിൽ ശ്യാമള. നീന്തൽ അറിയില്ലായിരുന്നു. തുണി അലക്കുന്നതിനിടെ കാൽ വഴുതി ആറ്റിൽ വീഴുകയായിരുന്നു. ഇന്നലെ പെയ്ത് ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടൊപ്പം നീരൊഴുക്കും കൂടിയിരുന്നു. ഒഴുക്കിൽപ്പെട്ട വീട്ടമ്മയെ കുന്നത്തൂരിൽ വെച്ചാണ് നാട്ടുകാർ കണ്ടത്. പ്രാഥമിക ചികിത്സയ്ക്കായി സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കടവിൽ വന്ന് കുളിക്കാനും നനയ്ക്കാനും വന്ന് ആറ്റിൽ കാലത്തെറ്റ് വീണ ശ്യാമളമ്മമാരിയുടെ മകനാണ് ഞാൻ. എൻ്റെ പേര് മനോജ് കുമാർ എന്നാണ്. രാവിലെ 6 മണിക്കാണ് സംഭവം നടന്നു കഴിഞ്ഞ് അവിടുന്ന് 10 കിലോമീറ്ററോളം അമ്മ ഒഴുകി പോവുകയും കുന്നത്തൂരിനപ്പുറം ചെറുവയ എന്ന സ്ഥലത്ത് അകപ്പെടുകയും അവിടെ ഒരു വള്ളിയൊക്കെ കുടുങ്ങുകയും അവിടെ ദീപ, സൗമ്യ എന്ന 2 ചേച്ചിമാർ കാണുകയും അവരുടനെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിളിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തു. വള്ളം അടുപ്പിക്കാൻ പറ്റാത്ത സ്ഥലം, ചുഴി പോലുള്ള സ്ഥലമാണ്, ഭയങ്കര കയമായിട്ടുള്ള സ്ഥലമായിരുന്നു. അവരെങ്കിലും വള്ളമൊക്കെ ഒപ്പിച്ച് എന്തോരം അമ്മയെ പുറത്തെടുത്ത് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ശാസ്താംകോട്ട ആശുപത്രി കൊണ്ടുപോയി. ശാസ്താംകോട്ട ആശുപത്രിയിൽ നിന്ന് പിന്നെ കൊല്ലത്ത് കൊണ്ടുപോയി. കൊല്ലത്ത് നിന്ന് പിന്നെ കൊട്ടാരക്കര ആശുപത്രി ഇപ്പോൾ കൊട്ടാരക്കര ആശുപത്രി ചികിത്സയിലാണ്. അപ്പോൾ അവിടെ കാല് മഴയൊക്കെ പിടിച്ച് കിടക്കൂല്ലേ, അത് പായൽ കൊണ്ട് തെറ്റി വെള്ളത്തിൽ വീണതായിരിക്കാനാ ചാൻസ്. അപ്പോൾ അങ്ങനെ അത് കാണാതെ വന്നപ്പോൾ ഇവർ തിരക്കി നടക്കുകയും ഒക്കെ ചെയ്തു. വൈകിട്ട് ഞാൻ അതറിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മണിയോടുകൂടിയാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ ഇതുപോലെ 5 മണിക്ക് കിട്ടിയെന്ന് താഴെ കണ്ട വെച്ച് കിട്ടിയെന്ന് പറഞ്ഞു. താഴെ ഇവിടെ കുന്നത്തൂർ ചെറുവയ്യ വെച്ചാൽ കണ്ടാ കിട്ടിയത്. കുന്നത്തൂരിന് താഴെ വശം. ആറ്റിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ 10 ആയിരിക്കത്തില്ല, 10 കൂടുതൽ കാണും. 6 വഴി വെച്ച് കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം 6 വഴി. നമുക്ക് ഇതിലേ കൂടെ എളുപ്പ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വഴി പോകുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്ത് റോഡ് വഴി തന്നെ കാണും. അവിടെ വശം കിട്ടിയെന്ന് പറഞ്ഞത് അവിടുന്ന് തന്നെ എടുത്ത് ഉടനെ തന്നെ ശാസ്താംകോട്ട ആശുപത്രി കൊണ്ടുപോയി. ഫയർഫോഴ്സ് ഇതൊക്കെ വന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോവുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പിന്നെ കൊട്ടാരക്കരയ്ക്ക് മാറ്റിയത്.